സൂര്യനകലെ തേരിലഴകെ മെല്ലയുണരും ചാരുതേ കൺപീലി നിരകൾ നിന്നെയൊഴിയാൻ ചിന്നിവരവായി സ്നേഹിതേ. ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരുമ്പോൾ ഓർമ്മ വരാറുള്ളത്. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, പൂഞ്ചില്ല കൊമ്പിൻ ചാഞ്ചാടും പൂമൊട്ട് നെഞ്ചോട് ചേർന്നിടുമോ. ആരാരും കാണാതെ നെഞ്ചോട് ചേർന്നിടുമോ. കളപ്പുരമേയും കണ്ണിനിലാവേ ഇനിയും തുളസിയുമായി താനെ മൂടാമോ പക്ഷി പാടുന്നു കഥനം സ്നേഹഗീതം. ഇവിടെ പക്ക ഓഫ് റോഡ് വണ്ടികളൊക്കെ എടുത്തിട്ട് അടിക്കായിരുന്നു. എക്സ്പൾസ് 200 വേണ്ടത്. പാവങ്ങളുടെ ഹിമാലയ എന്നറിയപ്പെടുന്ന പാവങ്ങളുടെ എന്നൊന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവങ്ങളുടെ മണക്കാരുടെ ഒന്നുമില്ല, വണ്ടി ഒരു രക്ഷയില്ല. എന്തായാലും റോയൽ എൻഫീൽഡിനെക്കാട്ടിലും ക്വാളിറ്റിയൊക്കെ ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഞാൻ മൊത്തത്തിൽ പറയുന്നതല്ല. GT 650, ഇൻ്റർസെപ്റ്റർ 650 ഇതൊക്കെ ഒരു രക്ഷയില്ല മക്കളെ. ഇത് ഇവിടെ സേവ് ദ ഡേറ്റ് ഷൂട്ട്, കപ്പിൾ സ്പോട്ട് ഇതൊക്കെയാണ്. ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ രാവിലെ വരും. 7 മണി 6 മണിയൊക്കെ ആകുമ്പോൾ. ഈവനിങ്ങും ഉണ്ടാവും, കാണാം അങ്ങോട്ട് പോകുമ്പോൾ. എങ്ങനെ ഉണ്ട്? ഇതാണ് വെള്ളായണി കായൽ. കായലും പുഞ്ചക്കരിയും എല്ലാം സ്വന്തം. ഇതാണ് ലാലേട്ടൻ, പണ്ട് ലാലേട്ടൻ്റെ സ്വന്തം കിരീടം കണ്ടില്ലേ? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം കാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ.
ആൻറ്റി ഇപ്പുറത്തൂടെ വരാത്തെന്ത് കണ്ടില്ലേ, എന്തൊരു പോക്കരത്തിലാണ് കാണിക്കണമെന്ന് ആലോചിച്ചു. മോണ്ട കുറ്റി നോക്കി അടിച്ച് കയറ്റി എന്നിട്ട് ആ ആൻറ്റിക്കൊരു കുലുക്കവും ഇല്ല. അവരങ്ങനെ തന്നെ വരും. സത്യം പറയാമല്ലോ, ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യവും പുച്ഛവും മാത്രമേ ഉള്ളൂ. കയറി വിളിക്കാനും ഇത് വ്ളോഗായതുകൊണ്ട്. അല്ല, ലേഡീസിനല്ല ഞാൻ പറഞ്ഞ, പുരുഷന്മാർ ഒന്നും പറയില്ല. ഇതൊക്കെ എന്ത് ഒന്നും. എനിക്ക് ഇങ്ങനെയല്ല, ഇതിലും ഭയങ്കര റോങ് ആയിട്ട് ഓടിക്കണ കുറേ ചൂളകളുണ്ട്. അവരുടെ അടുത്താണ് ദേഷ്യം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തനും വന്ന് ചാടില്ല. പതുക്കെ വരുമ്പോൾ ഉമ്മാർക്ക് ഇത്തിരി കടി. കണ്ടില്ലേ, അധികം പതുക്കെ വരരുത്. ഈ ആൾക്കാരുടെ ടോക്സിക് ക്യാരക്ടർ കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഗ്രഷൻ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ പൊക്കോണ്ടിരിക്കണത് തന്നെ ആയിരിക്കും, കയറി ചുമ്മാ ചൊറി, പിന്നെ ലാസ്റ്റ് ആവാൻ ആറാടും. ഹെവി ആയിട്ടൊക്കെ ആയിരിക്കും പോകണം, പക്ഷെ ശ്രദ്ധിച്ചായിരിക്കും പോകുന്നത്. ശ്രദ്ധിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇത്രയും ആൾക്കാരുടെ ജീവൻ നമ്മുടെ കയ്യിലാണെന്നുള്ളൊരു ഉത്തരവാദിത്വം വണ്ടി ഓടിക്കുന്ന എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അത് കാണിക്കണം. ചിലർക്ക് ചിരിയാണ്, എന്തിനാണാവോ ചിരിക്കണതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ